ഒന്ന് ഈ പത്രപ്രവർത്തനം തന്ന ഒരു വലിയ ഒരു ഗുണം എന്താന്ന് വെച്ചാല് നമ്മളെ നമുക്ക് നമുക്ക് എക്സ്റ്റെൻസീവായിട്ട് നമുക്ക് സഞ്ചരിക്കാനും, സഞ്ചാരം എന്ന് വെച്ചാൽ മനോസഞ്ചാരവും തന്നെ അതല്ലാത്തുള്ളൊരു സഞ്ചാരവും ഒക്കെ വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ ചിന്തിക്കുന്ന സാധനത്തിനൊരു ഒരു വ്യാപ്തി ഉണ്ടാക്കുകയും അതിലെ കൂടെ തന്നെ നമുക്കൊരു ഒരു ത്രില്ല്, ഒരു രസം, ഈ നമ്മളുടെ ഒരു കണ്ടന്റ് അല്ലെങ്കിൽ നമ്മുടെ ഒരു ഐഡിയയെ നമ്മൾ പല മട്ടിൽ, പല ബ്രാഞ്ചുകളിൽ, പല പിന്നെ രീതിയിൽ നമുക്കിതിനെ അനുധാവനം ചെയ്യാനുമായിട്ടുള്ള ഒരു രസമുണ്ടല്ലോ. ഈ രസത്തിനെ പിടിച്ചുകൊണ്ട് പോവുക എന്നുള്ള സാധനമായിട്ടാണ് ഞാൻ നോക്കിയിട്ടുള്ളത്. രണ്ടായിരത്തി 17 അമ്മിണിപ്പിള്ള വെട്ടുകേസ് എന്ന് പറഞ്ഞൊരു കഥ വന്നതിന് ശേഷം അതിൻ്റെ പിന്നാലെ പിന്നെ പടിഞ്ഞാറേ കൊല്ലം ചോരക്കാലം വരുന്നു, ചെങ്ങന്നൂർ ഗൂഢസംഘം വരുന്നു. അപ്പോൾ ഇതൊക്കെ പിന്നെ ഒരു വ്യാപകമായ ഒരു ഒരു ശ്രദ്ധയിലേക്ക്, വേറൊരു തരത്തിലേക്ക് വരുന്നു. അല്ല, അപ്പോഴും നമുക്കിത് മനസ്സിലാവുന്നുണ്ട് എന്നുള്ളതല്ലാതെ നമ്മുടെ കൂടെ ജെനുവിനായിട്ടുള്ള കുറേ റീഡേഴ്സ് ഉള്ളതായിട്ട് നമുക്കറിയാം. നമ്മൾ അവരുമായിട്ട് സമ്പർക്കത്തിൽ ഏർപ്പെടുന്ന ഒരാൾ അന്നുമല്ല ഇന്നുമല്ല. അത് നമ്മുടെ ഇതുകൊണ്ടല്ല, നമ്മുടെ പ്രകൃതം അങ്ങനെ ആയതുകൊണ്ട് എന്നുള്ളതാണ്. അത് ഇതൊരു ഒരു അലഞ്ഞിരിയലിൻ്റെ ഒരു എലിമെൻ്റാണ് എനിക്ക് ഈ കൂടുതലായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമ്മളിപ്പോൾ ഈ കണ്ടന്റിൻ്റെ പുറകെ ആണെങ്കിലും ശരി, അതിലനുഭവിക്കുന്ന ഒരു രസം, അങ്ങനെ പോകുന്നൊരു സാധനം വെച്ചിട്ടാണ് എനിക്ക് മറ്റതിലേക്കൊന്നും നമുക്കങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്യണം. അപ്പോൾ ഒരു 2 പതിപ്പ് അല്ലെങ്കിൽ ഒരു 2000-3000 കോപ്പി എൻ്റെ പുസ്തകങ്ങളെല്ലാം കെട്ടിക്കിടക്കാതെ വിറ്റ് പോകുന്ന ഒരു സാധനം. ഇപ്പോൾ ഐസ് ആണെങ്കിലും ശരി, ഇടയ്ക്ക് കള്ളൻ്റെ പുസ്തകം വരുന്നു, അത് ഒരു ബെസ്റ്റ് സെല്ലർ ശ്രേണിയിൽ നമുക്ക് അത്യാവശ്യം വിട്ടിട്ട് പോകുന്നു. അപ്പം ഞാനതിലൊരു ആദ്യ സമയം മുതൽ തന്നെ പിന്നീട് പതിപ്പുകൾ വരുന്നുണ്ടാവില്ല. ഒന്ന് കഴിഞ്ഞ് രണ്ടാമത്തെ കഴിയും, നമ്മൾ അങ്ങോട്ട് ആവശ്യപ്പെടുന്നില്ല. അതിൻ്റെ ദൈർഘ്യം കൂടുന്നു, എന്താണ് അത് വരാത്തത് നമ്മൾ ചോദിക്കുന്നില്ല. അപ്പം അങ്ങനെ ജെനുവിനായി അതിനെ വിട്ടുകൊടുക്കുക എന്നുള്ളൊരു സംഗതിയാണ്. പക്ഷെ കണ്ടന്റ് അതിൻ്റെ ഒരു പുതുമയുടെ പുറകെ സഞ്ചരിക്കാനായിട്ടുള്ള ഒരു ത്വര എന്ന് പറയുന്നൊരു സാധനം നമ്മൾ അതിൽ നിന്ന് മാറിയിട്ടില്ല. അതിപ്പോഴും അതിൻ്റെ പുറകെ പോകാനായിട്ടുള്ള ഒരു ഇതാണ്. എനിക്കറിയാത്ത മനുഷ്യർ, ഇപ്പം ഞാൻ പറഞ്ഞിപ്പം എനിക്കതിൽ നിരാശ തോന്നിയിട്ടില്ല. ഇപ്പം അതിനുശേഷം പുസ്തകങ്ങൾ വലിയതായിട്ട് വ്യാപകമായി വിറ്റ് പോകുന്നില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് നിരാശ ഉണ്ടാവാത്ത കാര്യം എന്ന് വെച്ചാൽ, ഞാനിത് പലപ്പോഴും ഈ വാർഷിക പതിപ്പിലൊക്കെ കഥയാണോ നോവലാണോ ഒന്നും എനിക്കറിയത്തില്ല. ഞാൻ ചില ജീവിതം എന്നൊക്കെ പറഞ്ഞിട്ട് തലക്കെട്ട് ഇട്ട് കൊടുത്തിട്ടാണ് പിന്നീട് നോവലായിട്ട് വന്ന പല നറേഷൻസും വരുന്നത്. ഇപ്പോഴും അച്ചടിക്ക് വന്നിട്ടില്ലാത്ത ചില സാധനങ്ങളൊക്കെ കിടപ്പുണ്ട്. ഞാൻ എക്സ്റ്റൻസീവായിട്ട് കൊച്ചിയിലൊക്കെ പോയിട്ട് എനിക്കിങ്ങനെ തോന്നി, ഒരാളിങ്ങനെ പറഞ്ഞിങ്ങനെ കൊച്ചിയിൽ ഈ കഞ്ചാവ് ബേക്ക് ചെയ്യുന്ന ഒരു ചെറിയ മാഫിയ ഇങ്ങനെ ഉണ്ട്. 10-15 വർഷം മുമ്പാണ്. അപ്പം നമുക്ക് തോന്നുന്ന ഒരു ഇങ്ങനെ ഇത് ബേക്ക് ചെയ്യുന്ന ഇതിൻ്റെ ഒരു രസമുണ്ട്, അതിൻ്റെ രസം. അപ്പം അതിൻ്റെ പുറകെ പോവുക. എന്നിട്ട് ഞാനത് ഇതിൻ്റെ അംഗം പൊങ്കു അറിഞ്ഞുള്ളത് ഞാൻ ഇതിനെ സംബന്ധിച്ച് വളരെ ആധികാരികമായിട്ടൊരു വലിയ സാധനം പിന്നെ എഴുതി പ്രസിദ്ധപ്പെടുത്തി. അത് കഞ്ചാവ് ബേക്ക് ചെയ്യുന്നു, ലോങ് ടെക്സ്റ്റ്, ലോങ് നറേറ്റീവാണ്. അല്ല അതിന് ഇപ്പം നമുക്ക് കഥയാണോ എന്ന് അറിയത്തില്ല. അപ്പം ഒരാൾ പറയുകയാണ് ഇങ്ങനെ ഒറീസയിലുള്ള ആദിവാസികൾക്ക് മലയാളം അറിയാം, അവർക്ക് മലയാളം പറഞ്ഞാൽ മനസ്സിലാവും, സൂക്ഷിച്ചോണം നമ്മൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയുന്നത് എന്ന് നമ്മൾ ഇവിടുന്ന് പോകുന്ന കഞ്ചാവ് കൃഷി നടത്തുന്ന പയ്യന്മാരുടെ അതിൽ പറയുന്നു എന്ന് ഒരാൾ പറയുന്നതിൽ നമുക്കുണ്ടാവുന്ന ഒരു സാധനമുണ്ട്. എന്താണ് അവിടെ നടക്കുന്നത്? നമുക്ക് പോയി ചെന്നെത്താവുന്ന പറ്റുന്നൊരു സംഗതിയോ ഇതൊന്നുമല്ല. മാവോയിസ്റ്റുകളുണ്ട്, ഈ വരുന്ന ഓർഗാനിക് കഞ്ചാവ് എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ഹൈബ്രിഡ് കഞ്ചാവാണല്ലോ ഇവിടെ മൊത്തം കിട്ടുന്നത്. അതല്ലാതെ ഓർഗാനിക് കഞ്ചാവ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടി മാത്രം ഇത് ചെയ്യുന്നുണ്ട്. ഈ ആദിവാസികളുടെ, അന്നത്തെ ഇവിടുത്തുള്ള ആദിവാസികളുടെ വിസർജ്യമാണ് അതിൻ്റെ വളം എന്ന് പറയുന്നൊരു സംഗതി. അതിന് അവിടെ പോയി ഇത് എടുക്കാനും ചെയ്യാനും ഒക്കെ ആയിട്ട് ഈ മാവോയിസ്റ്റുകൾക്കൊക്കെ അവർ നിയന്ത്രിക്കുന്ന മേഖലയാണ്. അവർക്ക് പൈസ കൊടുക്കണം. അരിച്ചാക്കും ഇതുമൊക്കെ ആയിട്ട് വിശാഖപട്ടണത്ത് പോകുമ്പോഴത്തേക്ക് ഇവർക്കുള്ളത് കൊടുക്കണം. നമ്മളിത് ഭയങ്കര മനുഷ്യവിരുദ്ധമായ അല്ലെങ്കിൽ മനുഷ്യനെ ലഹരിയിൽപ്പെടുത്തുന്ന ഒരു സാധനം എന്നൊക്കെ പറയുന്നത്, ഇതിൻ്റെ എല്ലാം ധാരയായിട്ട് വേറെ പോകുന്ന വേറെ ചില എലിമെന്റ്സും ഇതുമൊക്കെ ഉണ്ട്. അതാണ് നമ്മളെ അട്രാക്ട് ചെയ്യുന്ന ഒരു സ്ഥലം. ഇപ്പോൾ കള്ളൻ്റെത്
അത് ഭയങ്കര ഒരു നമ്മളെ മനുഷ്യന്റെ വീടിൻ്റെ അകത്തേക്ക് നമ്മൾ സ്വത്തായി വെച്ചിട്ടിരിക്കുന്ന നമ്മുടെ വളരെ പ്രൈവസിയിലേക്ക് നുഴഞ്ഞു കയറുന്ന വളരെ അപകടകാരിയും വളരെ സാമൂഹിക വിരുദ്ധപരമായിട്ടുള്ള സംഗതിയാണ്. പക്ഷെ ഏത് പരമ പിന്നെ ക്രൈമിൻ്റെയും പരിസരത്തൂടെ ഒക്കെ ജീവിതത്തിൻ്റെയൊക്കെ ഏതോ ധാര ഒഴുകുന്നുണ്ട്. അതായിരിക്കണം നമ്മൾ അതിൻ്റെ അകത്ത് തോണി ആ പിന്നെ ധാരയിൽ തോണി പിടിച്ചിട്ടാണ് നമ്മൾ പോകുന്നൊരു സാധനം. ക്രൈം എന്ന് പറഞ്ഞിട്ടുള്ള സാധനം എലിമെന്റ് എന്ന് പറയുന്ന ഒരു നിസ്സഹായത കിടപ്പുണ്ട്. എനിക്ക് എപ്പോഴും എല്ലാ കാലത്തും തോന്നിയിട്ടുള്ള ഒരു പ്രധാന സാധനം ക്രൈമിൽ ഒരു നിസ്സഹായത എല്ലാ കാലത്തും കിടപ്പുണ്ട്. അത് ഇപ്പം നമ്മളിപ്പം 4-5 ചെറുപ്പക്കാർ എന്ന് പറഞ്ഞ പുസ്തകമാണെങ്കിലും ശരി, അതിലെല്ലാം കിടക്കുന്ന ഒരു നിസ്സഹായതയുണ്ട്. നമ്മളൊരു ക്രൈമിലേക്ക് നയിക്കാനായിട്ട് ഇത് ചെയ്യുന്ന ജീവിത അവസ്ഥയുടെ ഒരു സംഗതിയുണ്ട്. അതിലേക്ക് പോകാനായിട്ട് നമ്മൾ എല്ലാ സമയത്തും അവിടെ ടച്ച് ചെയ്തിട്ട് നമ്മൾ നിന്നാൽ നമുക്ക് ഏത് ക്രൈമിനെ കുറിച്ച് പറഞ്ഞാലും എന്ത് പറഞ്ഞാലും ജനം അതിൻ്റെ ഈ തുലനത്തിൽ പെടും. ഒരുത്തൻ ഈ പറയുന്ന ഒരു ഈ പറയുന്ന സാധനത്തിനോട് എനിക്ക് മാനസിക വിയോജിപ്പുണ്ടെന്നിരിക്കെ തന്നെ മറ്റതിൽ വേറൊരു മനുഷ്യാവസ്ഥയുടെ ഒരു അന്തർധാര കിടക്കുന്നു. ഇങ്ങനെ നമ്മളെ റിജക്റ്റ് ചെയ്യുകയും നമ്മളോട് ചില സമയങ്ങളിൽ താതാത്മ്യപ്പെടുകയും ചെയ്യുന്ന തരം ലിറ്ററേച്ചറിങ് ആണ് വേണ്ടതല്ല. നമ്മളോട് എപ്പോഴും പിന്നെ അനുകൂലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഗതി അല്ലല്ലോ വേണ്ടത്. നമ്മൾ പൊളിറ്റിക്കലി എപ്പോഴും കറക്റ്റഡ് ആവുന്ന തരത്തിലേക്കുള്ള ഈ സമൂഹത്തിന്റെ അനുസരിച്ചുള്ള സാധനം എഴുതിക്കൊണ്ട് കൊടുക്കുക എന്നുള്ള സാധനമല്ല. അതുകൊണ്ടാണ് ഇപ്പം ഈ പറയുന്ന കണക്കുള്ള ഇപ്പം നമ്മൾ ലോകത്ത് എക്കാലത്തും പിന്നെ ക്രിയേറ്റിവിറ്റിയുടെ തുലനം ഉണ്ടായിട്ടോ അല്ലെങ്കിൽ അതിനെ വെച്ചിരിക്കുന്ന എല്ലാ ആന്റഗോണിസ്റ്റിനെ വെച്ചിട്ടാ ഈ പിന്നെ പ്രൊട്ടാഗണിസ്റ്റ് ഉണ്ടാകുന്നത്. ആന്റഗോണിസ്റ്റിന് ഒരകല്ല എന്നുള്ള രീതി മാത്രം ലോകത്തിലെ ഏത് ക്ലാസിക്ക് എടുത്താലും മറ്റേ നമ്മള് അതുകൊണ്ടാണ് ഇപ്പം ഈ പിൻകാലത്ത് പല ആൾക്കാരും അവരുടെ ഇപ്പം ഒരു പിന്നെ റൈറ്റിംഗ് സ്ഥാനത്തിലൊക്കെ ആണെങ്കിലും അവരുടെ കരിയർ എടുത്താലും വലിയ ക്യാരക്ടേഴ്സിനെല്ലാം ആ ഒരു ഷെയ്ഡ് കിടക്കുന്നു. നെഗറ്റീവ് ഷെയ്ഡിന്റെ അകത്തുനിന്ന് ഈ നെഗറ്റീവ് ഷെയ്ഡിൽ വേദനിക്കുന്ന അല്ലെങ്കിൽ ഇതിന്റെ സംഗതി. ഇപ്പം നമ്മളിപ്പോൾ രാമായണം, ഞാൻ അത്ഭുതപ്പെട്ടു, രാമായണം എടുത്തു കഴിഞ്ഞൊരു സാധനം എടുത്തു കഴിഞ്ഞാൽ ഇതുപോലൊരു പ്രതിഭാശാലിയെ ആയ ഒരു ആന്റഗോണിസ്റ്റിന് ലോകത്ത് അവതരിപ്പിക്കപ്പെട്ടിട്ടില്ല. അയാളെ 10 തലയെന്ന് പറയുന്നത് 4 വേദം, പിന്നെ 6 ശാസ്ത്രം, ഇതെല്ലാം അരച്ചുകലക്കി കുടിച്ച് ഭയങ്കരമായിട്ട് വീണ വായിക്കുന്നു. സ്വന്തമായി വലിയ കവി, സ്വന്തമായിട്ട് സ്തോത്രങ്ങൾ എഴുതി വെക്കുന്ന എന്ന മനുഷ്യൻ. ഈ പിന്നെ അന്നത്തെ ഇതിൻ്റെ അകത്ത് റെഫർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അന്നത്തെ ലങ്ക എന്ന് പറയുന്നത് ഏറ്റവും അവിടെ മഹാലക്ഷ്മിയാണ് അതിന് കാവൽ നിൽക്കുന്നത്. അങ്ങനെ ആസ് എ അഡ്മിനിസ്ട്രേറ്റർ എല്ലാം കൊണ്ടും ഇത് വെച്ചത്. പക്ഷെ ലസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരൊറ്റ എലിമെന്റിന്റെ അകത്ത് വെച്ചിട്ട്, ലസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സാധനം എനിക്ക് ഇത് ചെയ്തിട്ടുണ്ട്. സുന്ദരിയായിട്ടൊരു സാധനം, വേറൊരാളുടെ കയ്യിലിരിക്കുന്ന മുതൽ അതെനിക്ക് വേണം. അതിനുള്ള പ്രാപ്തിയും പിന്നെ അതിനുള്ള ഇന്റലക്റ്റും അതിനുള്ള ഇന്റലിജന്റ് ആയിട്ടുള്ള വ്യക്തിയാണ് ഞാൻ, ക്രിയേറ്റീവായ വ്യക്തിയാണ് ഞാൻ എന്ന് തോന്നിയ ഒരു പാകപ്പഴ മാത്രമേ ഇതിൽ വന്നിട്ടുള്ളൂ. അപ്പം മറ്റേ ആളുടെ കയ്യിൽ ഉണ്ടാവുന്നതെന്ന് വെച്ചാൽ അയാളുടെ കയ്യിൽ ഒരു നീതി മാത്രമേ മറ്റേ ആളുടെ പ്രൊട്ടാഗണിസ്റ്റിന്റെ കയ്യിലുള്ളൂ. പ്രതിഭയും മറ്റു സാധനങ്ങളും എല്ലാം മറുവശത്താവും. ഇയാളുടെ നീതി മാത്രമേ ഉള്ളൂ. അപ്പം അത് ഇപ്പം നമ്മളിപ്പോ ഞാനിപ്പോ മറ്റത് ആവർത്തിക്കാൻ കാര്യം അത് ഒരു പൊന്മാൻ എന്ന് പറഞ്ഞ സിനിമയായിട്ട് വരുന്നൊരു സമയത്ത് എന്ന് പറഞ്ഞാൽ അപ്പോഴത്തേക്ക് ഞാൻ ആലോചിച്ചൊരു എലിമെന്റ് ഇതായിരുന്നു. എന്ന് വെച്ചാൽ ഇയാളുടെ കയ്യിൽ ഒരവസ്ഥ അല്ലെങ്കിൽ ഒരു നീതി അല്ലെങ്കിൽ എനിക്കൊരു ന്യായമുണ്ട് എന്ന് പറഞ്ഞ സമയം എൻ്റെ കയ്യിൽ നിന്നുള്ള പൊന്നാണ് ഇത് അടിച്ചുകൊണ്ട് മറ്റവൻ പോയതെന്നുള്ളത്. അവനെ സംബന്ധിച്ച് ഈ പ്രൊട്ടാഗണിസ്റ്റിനെ ആന്റഗോണിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം അയാള് വളരെ നിസ്സഹായനായിട്ടുള്ള ഒരാളാണ് അയാൾ പലപ്പോഴും പറയുന്നുണ്ട് ഞാനിതിൽ എന്താണ് ചെയ്യുന്നത്. പക്ഷെ എനിക്കുള്ളൊരു നീതി എന്ന് പറയുന്ന ഒരു എലിമെന്റ് വെച്ചിട്ട് മറ്റേയാളങ്ങ് അറുമാദിക്കുകയാണ് ഈ ഒരു സാധനം. എൻ്റെ കയ്യിലുള്ള നീതിയുടെ പുറകെയാണ് ഈ കാഴ്ചക്കാർ അല്ലെങ്കിൽ ഈ അനുവാചകർ അല്ലെങ്കിൽ എന്നുള്ള സ്ഥാനത്തിന്റെ മേളിലുള്ള ഈ പ്രൊട്ടാഗണിസ്റ്റിന്റെ അറുമാദമാണ് സത്യം പറഞ്ഞാൽ ഈ പലപ്പോഴും നമ്മൾ ഈ പറഞ്ഞ വലിയ എല്ലാ കാലം നിൽക്കുന്ന ലിറ്ററേച്ചറിന്റെ പ്രധാന സത്തയായിട്ട് നമുക്ക് തോന്നിയിട്ടുള്ള സാധനം. അത്
അപ്പൊ അതിങ്ങനെ നീതിയുടെ സാധനം ഇങ്ങനെ ഇങ്ങനെ ഏറ്റക്കുറച്ചുള്ള ഇങ്ങനെ കിടക്കുകയാണ്. ഇത് ഈ വായിക്കുന്നതിലും കാണുന്നവരുടെയൊക്കെ മനസ്സിലുണ്ടാവുന്ന സംഘർഷമാണ് സത്യത്തിൽ പിന്നെ ഈ വ്യത്യാസം ഉണ്ടാക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് അതിൻ്റെ ഒരു ആ ഒരു തീം ബീജാവാപം ചെയ്യുന്ന ഒരു സമയത്ത് ആ തീമിന്റെ ഒരു ശക്തിയും അത് എവിടെ നിന്ന് കഥ പറയണമെന്നുള്ള ഒരു പ്രതലവും ഈ രണ്ട് സാധനമാണ് എനിക്ക് തോന്നുന്നത് ഇതിനെ നറേറ്റീവ് മുമ്പോട്ട് വന്നതെന്നുള്ളത്. അതിൽ പല സ്ഥലത്ത് വെച്ച് നമ്മൾ ഇടറി വീഴും. ചില സമയങ്ങളിൽ വിജയിക്കാം, ചില സമയം നമുക്ക് വിചാരിക്കാത്ത സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ചില കഥാസന്ദർഭങ്ങൾ കഥാപാത്രങ്ങൾ എടുത്തുകൊണ്ട് ഇതിനെ കൊണ്ടുപോകാവുന്ന ഒരു 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 പിന്നെ നമുക്ക് പിന്നെ ഒരു എന്താ പറയുക, നമുക്ക് അപ്രതീക്ഷിതത്വം വരുന്നു എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഈ പല ദുർഘടമായ ഒരു വേലയാണ് ഈ നോവലെഴുത്ത് എന്നുണ്ടെങ്കിലും നമ്മൾ അതിലിരിക്കുന്നത് ഈ അപ്രതീക്ഷിതത്വം നോവലിസ്റ്റിനെ വന്ന് ആശ്ലേഷിക്കും ഈ കഥാപാത്രങ്ങളും ഈ സാധനങ്ങളും വഴി. അപസർപ്പക കഥ അല്ലെങ്കിൽ അപസർപ്പക സാധനം എന്ന് പറയുന്നുണ്ട് ലോകത്ത് ഇപ്പൊ യൂറോപ്പിലൊക്കെ ആണെങ്കിലും അമേരിക്കയിലൊക്കെ ആണെങ്കിലും പ്രധാനമായിട്ട് ആൾക്കാർ കാണുന്ന ഒരു ലിറ്ററേച്ചർ സമ്പ്രദായമാണ് ഈ അപസർപ്പക അല്ലെങ്കിൽ ക്രൈം എലിമെന്റ് എന്ന് പറയുന്നത്. അതിന്റെ പ്രധാന കാര്യം എന്ന് വെച്ചാൽ എൻ്റെ ജീവിതം വളരെ ഹ്രസ്വമാണെന്നുള്ളൊരു തോന്നൽ പുതിയ കാല ആൾക്കാർക്ക് വന്നു. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഇത്ര സമയം എനിക്ക് എന്ത് ഹൈ കിട്ടും, എനിക്ക് എന്തെങ്കിലും തരത്തിലുള്ള എൻ്റെ പിന്നെ വീഴ്ചകളിൽ നിന്ന് അല്ലെങ്കിൽ എന്നെ ഒന്ന് ലിഫ്റ്റ് ചെയ്ത് നിർത്താനായിട്ടുള്ള എന്ത് കിട്ടും, ഞാനിതിപ്പോൾ ഒരു 2-4 മണിക്കൂർ വെച്ച് വായിക്കുക എന്ന് തോന്നുന്നൊരു ഒരു ഒരു സംഗതി. ഞാൻ ഈ ക്ലാസിക്കൽ റൈറ്റിംഗ് വായിക്കുന്ന ആൾക്കാരെന്നുള്ള നിലയ്ക്കല്ല, ഒരു ഭൂരിപക്ഷത്തിന് അങ്ങനെ ഒരു ഇതുണ്ട്. ഒരു വിസ്മൃതിയിലേക്ക് നമ്മൾ പോവുക എന്നല്ല, ഈ പറഞ്ഞ കണക്കുള്ള പല മയക്കുമരുന്നുണ്ട്. ഹെൽത്തി ആയിട്ടുള്ള ഒരു മയക്കുമരുന്ന് എന്നുള്ള രീതിയിലേക്ക് ഇതിനെ ഉപയോഗിക്കാനുള്ള ടെൻഡൻസിയിൽ ഇത്തരം ലിറ്ററേച്ചറിങ് പെടും. ഏതാ നമ്മൾ ഈ പറഞ്ഞ കണക്കുള്ള പിന്നെ പിന്നെ അപസർപ്പക, ഇതൊരു ക്രൈം, സസ്പെൻസ് റിലേറ്റ് ചെയ്യുന്ന സാധനം. ഞാൻ ഗൗരവമുള്ള ലിറ്ററേച്ചറിന്റെ ഭാഗമായിട്ട് നമ്മൾ ഇതിന്റെ ഒരു ഉദ്വേഗത്തിനെ കൂട്ടാനായിട്ട് ഇതിനെ ഒരു ടൂളായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഇത് രണ്ടും കൂടെ ബ്ലെൻഡ് ചെയ്ത് ടൂളായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ ഞാൻ അത് ആണ് ഞാൻ ഉപയോഗിച്ചത്. അപ്പൊ ഉദാഹരണം ഞാൻ പറഞ്ഞാല് ബ്ലെൻഡ് മാത്രമല്ല, ആദ്യം നേരത്തെ പറഞ്ഞ ഒരു കാര്യം, ലോകത്തിന്റെ ഒരു ഒരു ഇരുളടഞ്ഞ അല്ലെങ്കിൽ ഒരു തമോ ഗർത്തമായി കിടക്കുന്ന ഒരിടത്തെ പലതരത്തിൽ വിസിറ്റ് ചെയ്യാൻ അത് സാഹിത്യം ചെയ്തില്ലെങ്കിൽ പിന്നെ അതാ പറഞ്ഞത്. അങ്ങനെ ഇരുണ്ട മനോസ്ഥലികളെ മനോവികാരങ്ങളുള്ള സ്ഥലങ്ങളിൽ ഒക്കെ നമുക്ക് റീവിസിറ്റ് ചെയ്യാൻ പറ്റും. ഈ ഏതാണ്ട് പ്രതലം ഉൾപ്പെടെ ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു എലിമെന്റ് ആയത്. അതേസമയം തന്നെ ഇപ്പൊ ലോകത്ത് പലരും പുതിയ കാലത്ത് ഉപയോഗിക്കുന്ന ഒരു സാധനം എന്ന് വെച്ചാൽ ഇത് തേഞ്ഞു ഇതായി പോയി. ഈ അപസർപ്പക ട്രെൻഡ് ഇത് ഭയങ്കര രസമുള്ള ഒരു ടൂളാണെങ്കിലും അതിനെ എല്ലാവരും എടുത്ത് ഉപയോഗിച്ച് ഇതിന്റെ മൊനയൊക്കെ അങ്ങ് തേഞ്ഞു മാഞ്ഞ് കിടക്കുക. അപ്പൊ നമ്മള് ഗൗരവ സാഹിത്യത്തിന് ഉപയോഗിക്കുന്ന ടൂൾസിനെ എടുത്തു വെച്ചുകൊണ്ട് തന്നെ ഇതിൽ ബ്ലെൻഡ് ചെയ്യിക്കാനായിട്ട് പറ്റും. ഉദാഹരണം ഞാൻ പറഞ്ഞ ഒരു സാധനത്തിൽ പറഞ്ഞ സ്കാവഞ്ചർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കഥ, അതൊരു ഒരു SIയുടെ കൊലപാതകം ആണ് നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത്. അതിന്റെ പ്രതലം എന്ന് പറയുന്നത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട് തോന്നിയ ഒരു സാധനം. ഒന്ന്, ലോകത്തൊരിടത്തും ഒരു മ്യൂസിയം, പോലീസ് സ്റ്റേഷൻ, അതിനോട് ചേർന്ന് ഒരു മ്യൂസിയം ഇരിക്കുന്നു എന്ന് പറയുന്നത്, അതിന്റെ പാർട്ടായിട്ട് ഇരിക്കുന്നു എന്ന് പറയുന്നത് നമ്മളുടെ പരിമിതമായ സ്ഥലത്ത് ഒരു വലിയ കൗതുകമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു സംഗതിയാണ്. അതിന്റെ ആർക്കിടെക്ചറൽ സാധനമല്ല ഇതിന്റെ ബാധിച്ചു. അങ്ങനെയാണ് അതിലേക്ക് വരുന്നൊരു സാധനം. പക്ഷെ അവിടെ ഒരു വെറ്റിനറി സർജനും ഒരു വെള്ളായണിക്കാരായ 2 ബാല്യകാല സുഹൃത്തുക്കൾ, ഇപ്പുറത്തൊരാള് പോലീസിൽ ചേർന്ന് SI ആയിട്ട് വന്ന് അവര് രാത്രികളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി വന്നിരുന്നുള്ളൊരു കൊടുക്കൽ വാങ്ങലുകളിൽ ഒരാൾ പറയുകയാണ്, എനിക്കൊരു റെപ്റ്റൈൽ കീപ്പറെ കിട്ടുന്നില്ല, റെപ്റ്റൈൽ വളരെ അൺപ്രഡിക്റ്റബിൾ, അതുകൊണ്ട് ദഴി പോലെ ആരെയും കിട്ടുന്നില്ല എന്ന് പറഞ്ഞിരിക്കെ അവിടെ ഒരു ചെറുപ്പക്കാരനെ ഒരു ക്രൈം ചെയ്തിട്ട്, അവ ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു ക്രൈമാണ്, അവിടെ ചെന്ന് ഇത് കൈ കിട്ടിയപ്പോൾ ഇവനെ മറിച്ച് മറ്റവന് കൊടുക്കുക, നീ 1 വർഷം നില്ല് എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് നിൽക്കുക. ഞാൻ പറഞ്ഞ ഇതിന്റെ പുറകെ നിന്നുകൊണ്ട് നമുക്ക് ഈ കാലത്ത് തന്നെ തുടർന്നു പോകുന്ന അടിമ വ്യവസ്ഥയെ കുറിച്ച് നമുക്ക് സംസാരിക്കാനായിട്ട് പറ്റും. അത്
പുതിയ കാലത്ത് എന്തൊക്കെ തരത്തിലുള്ള സംഗതികളുണ്ട് നമ്മൾ മറച്ചു വെച്ചിരിക്കുന്ന സാധനം എന്നുള്ളത് നമുക്ക് ആലോചിക്കാം. പക്ഷെ ഇപ്പം നമ്മൾ ആലോചിച്ച് വെച്ചാൽ നമ്മളിപ്പം ഏറ്റവും പുതിയ ശമ്പള കമ്മീഷനോ ഇപ്പം ഏറ്റവും പുരോഗമനപരമായ പിന്നെ ഒരു ഒരു സ്ഥലമാണ് കേരളം എന്ന് പറഞ്ഞിരിക്കുന്ന സമയത്തിൽ പോലും സ്കാവഞ്ചർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോസ്റ്റ് പിന്നെ ഇപ്പോഴത്തെ സെലിനൊക്കെ അറിയാം. സ്കാവഞ്ചർ എന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഇപ്പോഴും പിന്നെ നമുക്കുണ്ട്. അതിന്റെ മലയാളം തോട്ടിന്ന് തന്നെയാണ് അവിടെ നിന്നുള്ള ഇത് വാരുന്നത്. അപ്പൊ അവരുടെ മക്കളും ഇവരും ഒക്കെ എങ്ങനെയാണ്, അവരുടെ അച്ഛൻ എന്താണ് ജോലി, സൂലാണ്, സൂലെന്ത് ജോലിയുണ്ട് എന്ന് ചോദിക്കുന്ന ഒരു സ്ഥലത്ത് അതിനൊരു മാന്യം, അതൊരു മോശപ്പെട്ട തൊഴിലാവണമെന്നുള്ള നിലയ്ക്കല്ല, പക്ഷെ അതിനൊരു മാന്യമായ ഇതിടാം. സമൂഹത്തിന്റെ എല്ലാ ഈ പറയുന്ന കണക്കുള്ള ഒരു അവജ്ഞാപരമായി ഇരുന്ന അല്ലെങ്കിൽ പ്രത്യേക വിഭാഗക്കാർ മാത്രം കൈകാര്യം ചെയ്ത് വരുന്ന അത്രയും ഒരു സോഷ്യൽ ഒരു ഒരു പിന്നെ ഈ തൊട്ടുകൂടായ്മ ആ പേരുകളിലുണ്ട്. എത്രയോ മാറി. അതേസമയം യോഗ്യതയും കഴിവുള്ളവരും പിന്നെ കപ്പാസിറ്റി ഉള്ളവരെല്ലാം അവരവരുടെ ജോലികളുടെ പേര് മാറ്റി സിവിൽ പോലീസ് പിന്നെ കോൺസ്റ്റബിൾ എന്നുള്ള സിവിൽ പോലീസ് ഓഫീസർ ആക്കി. അങ്ങനെ പറഞ്ഞിട്ടല്ല, നിക്കർ മാറ്റി പോലീസ് പാൻസ് ആക്കി ഒക്കെയും ചെയ്തു. അപ്പൊ ഇങ്ങനെ വയ്യാതെ നിവൃത്തിയില്ലാത്ത മനുഷ്യരുടെ ഇപ്പോഴും ഇങ്ങനെ കിടക്കുന്ന ഒരു സാധനം. പിന്നെ അടിമയാവാൻ തന്നെ എനിക്ക് തുടരാൻ താല്പര്യമുള്ള വകുപ്പുകൾ കുറേ ഉണ്ട്. അത് ഒക്കെ ഇപ്പം പോലീസിന്റെ ക്യാമ്പ് ഫോളോവേഴ്സിന്റെ കുറേ സാധനമുണ്ട്. പിന്നെ കോബ്ലർ, മറ്റേ ഈ ഇതുണ്ടാക്കുന്നവര്, ഏതാ അവിടുത്തെ പിന്നെ ഇത് കസേര വരിയുന്നവര്, ആ വരിച്ചിലുകാരൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പോസ്റ്റാണ് ഇപ്പോഴും തുടരുന്നത്. ആ വരിച്ചിലൊക്കെ എന്നേ തീർന്നു. ടിന്ന് കൊണ്ട് മറ്റേ നമ്മളെ അമ്പൂശുകാരൻ. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇവരെയൊക്കെ അടിമയായി തുടർന്ന് കൊണ്ട് ചെയ്യാനായിട്ട് മുകളിലുള്ള ആൾക്കാർക്ക് ആവശ്യമുണ്ട്. ഞാൻ അടിമയായി തുടർന്നോളാം എന്ന് പറഞ്ഞിട്ട് ഈ പോസ്റ്റിലേക്ക് വരികയും അവരുടെ വീട്ടു ജോലികൾ മറ്റു സാധനം ചെയ്യും. അങ്ങനെയുള്ള കുറേ നമുക്ക് ചോദിക്കാൻ പറ്റുന്ന കുറേ എലിമെന്റ്സിനെ ഈ ക്രൈം ഫിക്ഷന്റെ ഒരു അന്തർധാരയിലേക്ക് നമുക്ക് സന്നിവേശിപ്പിച്ചുകൊണ്ട് പോകാനായിട്ട് പറ്റും. അത് കുറച്ച് കൂടുതൽ ആൾക്കാരിലേക്ക് വരാൻ പറ്റും. അല്ല, ഇത്തരം ഗൗരവമായ കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എങ്ങനെ രസകരമായി അല്ലെങ്കിൽ എങ്ങനെ ഉദ്വേഗപരമായ ആൾക്കാരിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് ഇതിലൊരു സാമൂഹികമായ മാറ്റത്തിനുള്ള സൂചനയുണ്ട്. ഈ ഓണർ ഇങ്ങനെ പരിഷ്കരിച്ച് പുതിയ കാലത്തിന്റെ അവസ്ഥകളുമായിട്ട് ചേർന്ന് വെച്ചുകൊണ്ട് ഉപയോഗിക്കുന്ന ഒരു രീതി ഇന്ന് ലോകത്ത് മാറിയിട്ടുണ്ട്. ഞാൻ പിൻകാലത്ത് അതിനെ കുറിച്ച് ഇപ്പോഴത്തുള്ള അതിന്റെ മാറ്റം എന്തെന്ന് ചോദിക്കുമ്പോൾ ഈ ഓണറിനെല്ലാം അങ്ങനെയുള്ള ഒരു മാറ്റം വന്നിട്ടുണ്ട്. ആ മാറ്റം വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ നമ്മള് ഇതിനല്ലാതെ നമ്മള് ഈ പറഞ്ഞ കണക്കുള്ള ഒരാൾ ഒരു നെഞ്ചിലൊരു കുത്തേറ്റ് കിടക്കുകയായിരുന്നു, അതെന്താണ് ഇത് എന്ന് പറഞ്ഞുള്ള ഒരു കാലം ഇത് കഴിഞ്ഞു. ആൾക്കാർക്ക് ആ സസ്പെൻസിന്റെ അകത്ത് ആൾക്കാർക്ക് ഇത് ഞാൻ എക്സ്പെക്ട് ചെയ്തൊരു സാധനം തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അവജ്ഞ കിട്ടുന്ന ഒരു ഓണറും ഈ പിന്നെ ക്രൈം സസ്പെൻസ് സാധനം തന്നെ. അപ്പൊ അതിനെ ഒന്ന് മറികടക്കാനായിട്ടുള്ള ശ്രമമാണ് ലോകത്തെമ്പാടുമുള്ള പണിയെടുക്കുന്ന ചിന്തിക്കുന്ന എഴുത്തുകാരെല്ലാം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയ അതാണ്.